വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VCR. മക്കൾ എന്തൊക്കെയുണ്ട്? നമ്മൾ ഫസ്റ്റ് പാർട്ട് കിഡിലമായിട്ട് പഠിച്ചു. നമ്മൾ ലെറ്റർ സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലെ കിഡിലം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ കൃത്യമായിട്ട് ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് എന്താണ് ഐഡിയ എന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് അതേമാതിരി കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്താണ് ഐഡിയാസ്, ലെറ്റർ സീരീസിൽ എങ്ങനെയൊക്കെ ലെറ്റേഴ്സ് മാറി വരാം, സ്കിപ്പ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ലെറ്റേഴ്സ് വരാമെന്നുള്ള ആ ഐഡിയാസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? പ്രോ ആയിട്ട് മാറും. ലെറ്റർ സീരീസിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമ്മൾ ഒരേ പൊളി കിടിലമായിട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയാസ് കുറേ എണ്ണം നമ്മൾ പാർട്ട് 1 പഠിച്ചിട്ടുണ്ട്. പാർട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം അല്ലേ. എ കഴിഞ്ഞിട്ട് Y ആണ്, പിന്നെ C ആണ്, W ആണ്. ഫസ്റ്റ് ലെറ്റർ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. എല്ലായ്പ്പോഴും ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രമല്ല, ഒരു സ്കിപ്പായിട്ട് വരുന്ന ലെറ്റേഴ്സുകളും വരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ എന്നുള്ളത്. നോക്കി നോക്കിയാൽ ഇവിടെ എ കഴിഞ്ഞ് Y നമുക്ക് നോക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുട്ടി എങ്ങനെ ചിന്തിക്കാം? എ കഴിഞ്ഞിട്ട് Y ബാക്കോട്ട് വന്നു, പിന്നെ C വരിക. C ഇവിടെയല്ലേ? അതെന്താ മോനെ അങ്ങനെ അല്ലേ? പിന്നെ W ഇവിടെ. അതിനെന്തോ ഒരു ഇടങ്ങേറുണ്ടല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ കഴിഞ്ഞ് പിന്നെ ഇവിടെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വരികയാണെങ്കിൽ അവിടെ ഒന്ന് ഇടവിട്ടത് ജസ്റ്റ് നോക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ എ കഴിഞ്ഞിട്ട് ഇവിടെ എ ആണ് നിങ്ങൾക്ക് കിട്ടി. ഇവിടെ ഏതാ ഉള്ളത്? മൂന്നാമത് C ആണ്. കുറച്ച് കട്ടി കുറയ്ക്കാം. C ആണ്, കണ്ടോ? C. അപ്പം C എ കഴിഞ്ഞ് C ആണ്. എ ഇവിടെ ഉണ്ട്, എവിടെ എ ഇവിടെ ഉണ്ട്, B പോയി C ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഇവിടുത്തെ നോക്ക്, Y കഴിഞ്ഞ് W ആണ്. എവിടെ Y ഉള്ളത്? കുഞ്ഞോനെ നോക്കും. Y ഇവിടെ ഉണ്ട്, W ഇവിടെ ഉണ്ട്. എന്താപ്പം ഉണ്ടായേ? സംഭവം ഒന്നുമില്ല. ഒന്ന് ഇടവിട്ടിട്ടാണ് ആ ഒരു പാറ്റേൺ ആവർത്തിക്കുന്നത്. എ കഴിഞ്ഞ് C വന്നു, ഒരു ലെറ്റർ പോയി. പിന്നെ C കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോകണം. ഒരു ലെറ്റർ പോവാന്ന് പറഞ്ഞാൽ C കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോവാന്ന് പറഞ്ഞാൽ D ഇല്ല E ആയിരിക്കും. ഈ വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാ? ഫസ്റ്റ് ഈ വരുന്ന ലെറ്റേഴ്സ് ഇതിൽ E അല്ല V ആണ്, ഇതിൽ E അല്ല U ആണ്, ഇതിലും E ഉണ്ട്, ഇതിലും E ഉണ്ട്. അപ്പോൾ അതിലും ഇതിലും E ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി കൂടെ നമ്മൾ നോക്കണം. ഇവിടെ നോക്കിക്കേ, രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണെന്ന് നോക്കാം നമുക്കല്ലേ. രണ്ടാമത്തെ പോസിബിലിറ്റി സിമ്പിളാണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇതാ നോക്ക്, Z കഴിഞ്ഞിട്ട് നോക്കണേ, Z കഴിഞ്ഞിട്ട് X ആണ്. Z കഴിഞ്ഞിട്ട് Z കഴിഞ്ഞിട്ട് X ആണ്. നമുക്ക് ഇവിടേക്ക് നോക്കാം. Z കഴിഞ്ഞിട്ട് X ആണ്. ഇത് മായ്ക്കാം. അപ്പോൾ Z ഇവിടെ Z ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതാണ് രണ്ടാമത്തെ ലെറ്റർ വരുന്നത്? ഇവിടേക്ക് ഇതിലേക്ക് മാത്രം നിങ്ങളെ ഫോക്കസ് പോയാൽ മതി കേട്ടോ. ഈ രണ്ടെണ്ണത്തിലേക്ക് മാത്രം ഫോക്കസ് പോയാൽ മതി. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഒരു ഐഡിയ കിട്ടിയാൽ ഒന്ന് അപ്പുറത്താണ് അടുത്തതിൻ്റെ പാറ്റേൺ വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് Z കഴിഞ്ഞിട്ടാണ് X വരുന്നത്. അപ്പോൾ Z കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ മിസ്സായി X. അപ്പോൾ W മിസ്സായി. പിന്നെ ആരാ വരിക? V ആണ് വരിക. അപ്പോൾ V ആണ് വരിക, രണ്ടാമത്തത് V. അതായത് നിങ്ങൾ ഇത്ര പഠിച്ചു വെക്കാം, ഇയാളും തമ്മിലാണ് റിലേഷൻ. അതായത് ഒന്നാമത്തെ 2 ലെറ്റേഴ്സും മൂന്നാമത്തെ 2 ലെറ്റേഴ്സും ആണ് റിലേഷൻ. അതുപോലെ രണ്ടാമത്തെ 2 ലെറ്റേഴ്സും നാലാമത്തെ 2 ലെറ്റേഴ്സും. ഓക്കെ. അപ്പോൾ 1 3 പിന്നെ അടുത്തത് കണ്ടോ, ഒന്ന് ഇടവിട്ടിട്ട് കിടിലൻ സാധനമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഓരോ ഐഡിയയും വരണം. അതായത് ഒന്നും ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ചിലപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടൊക്കെ ഉണ്ടാവാം. റയറാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ വരുമ്പം ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. AH. ഇത് സിമ്പിളാണ്, നമുക്ക് നോക്കി നോക്കാം. അത് ആദ്യം ഇത് നേരെ തന്നെയാണ് പോകുന്നത് അല്ലേ. എ കഴിഞ്ഞു D ആണ്. എ കഴിഞ്ഞ് D എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എ കഴിഞ്ഞ് D ഏതാ? എ കഴിഞ്ഞിട്ട് D വരിക, 2 പോയി. ഇതും പോയി, ഇതും പോയി. പിന്നെ G ആണ് വരുന്നത്. G പറയുമ്പം വീണ്ടും 2. അപ്പോൾ 2 പോയി, 2 പോയാണ്. അപ്പോൾ ഇതും പോയി. അടുത്തത് J ആയിരിക്കും. J ആണ്, കണ്ടോ? J ആണ്. അപ്പോൾ 2 വീണ്ടും പോകണം. 2 പോയി, കണ്ടോ? 2 പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് M ആണ് വരിക. M വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ട്. ഇത് N ആണ് ഫസ്റ്റ്, ഇതും N ആണ് ഫസ്റ്റ്. M വരുന്ന 2 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് അടുത്ത ലെറ്ററിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കണ്ടോ, ഇവിടെ H കഴിഞ്ഞു L ആണ്. H എവിടെ? കണ്ണ് കാണുന്നില്ല. അതുകൊണ്ട് H ഇവിടെ ഇവിടെ ഇതൊക്കെ മായിച്ചിട്ട് H കഴിഞ്ഞു L ആണ് വരുന്നത്. H L
പി പി കണ്ട HLPT കണ്ട എത്ര ലെറ്റർ പോകുന്നത് 1 2 3 1 2 3 കണ്ട 1 2 3 കണ്ട 1 2 3 മൂന്നെണ്ണം പോയിട്ട് പിന്നെ ആരാ വരിക എക്സ് അല്ലേ മൂന്നെണ്ണം. അപ്പോൾ മൂന്നെണ്ണം ചാടിയിട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഒരേ പൊളി MX ആണ് വരിക. ഓക്കെ MX റെഡി. MY അല്ല MX. ഓക്കെ മൂന്നെണ്ണം ചാടിയിട്ട് അപ്പോൾ ആ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കൈനോട് നോക്കിയാലും മതി. കൈനോടൊക്കെ നോക്കാം. HIJK പിന്നെ L ഉണ്ട് MNO പിന്നെ P ഉണ്ട് കേട്ടാ. അങ്ങനെ നോക്കിയാലും മതി നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ആക്യുറേറ്റ് ആയിട്ട് കിട്ടണം. എന്തോ ഒരു അത്രയും കോൺസെൻട്രേഷൻ വേണം നോക്കുമ്പോൾ കേട്ടോ. അതാ പറഞ്ഞേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളാണ്, കിടിലമാണ് ക്വസ്റ്റ്യൻ. Z കഴിഞ്ഞ് Y ആണ്, X ആണ്, W ആണ്. അവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇതൊക്കെ ബേക്കോട്ടാണ് പോകുന്നത് എന്നുള്ളത്. നോക്കിയാ Z നിങ്ങൾ ഇങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാ W ഞാൻ കാണിച്ചു തരാം. W X Y Z കണ്ടാ ബേക്കോട്ട് W X. അപ്പം അങ്ങനെ ചിന്തിച്ചു നോക്കാം. അപ്പം W-ൻ്റെ മുമ്പുള്ള ലെറ്റർ ഏതാ? UVW. V ആണ്. V ആണ് ഇവിടെ വരേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ദാറ്റ് ഈസ് V ആണ് വരേണ്ടത്. V വരുന്ന ഫസ്റ്റ് ലെറ്റർ 3 എണ്ണം ഉണ്ട്. അത് നിങ്ങൾ പെടുത്തിയതാ കാര്യം. ഓപ്ഷനിൽ 3 എണ്ണം ഉണ്ട്. ബിയിൽ Z ആണ് ഫസ്റ്റ്. പക്ഷെ Z വരാൻ പാടില്ല, ഫസ്റ്റ് V ആ വരേണ്ടത്. ഒരേ പൊളി. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെറ്റർ നിങ്ങൾ ഗസ് ചെയ്യണം. മിക്കവാറും ഇത് രണ്ടിൽ ഏതോന്നായിരിക്കും. നമുക്ക് നോക്കാം ആണോന്ന് നോക്കാട്ടോ. അത് രണ്ടും ആണെങ്കിൽ നിങ്ങൾ പിന്നെ നോക്കാം കേട്ടോ. S കഴിഞ്ഞിട്ട് T ആണ്. ഒന്ന് ആലോചിക്കാം. RST ആ ഓർഡറിൽ പോകും. RSTUVW. നിങ്ങൾ ഭയങ്കര ലക്കിയാണല്ലോടാ. നോക്കിയാ STUVW. അപ്പോൾ VW വരുന്ന ഏതാ നോക്കാം. ഇത് VZ ആണ്, പറ്റൂല. ഇത് VZ ആണ്, പറ്റൂല. ദേ നമ്മുടെ ഉത്തരം ഓപ്ഷൻ C VWZ. അവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെങ്ങാനും Z ആണെങ്കിൽ നിങ്ങൾ പിന്നെ മൂന്നാമത്തെ ലെറ്റർ കൂടെ നോക്കേണ്ടി. ഇനി ഇതില്ലെങ്കിൽ Z അല്ലാത്തതുകൊണ്ട് W ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതായിട്ട് സെലക്ട് ചെയ്താൽ മതി. ഇനി അടുത്ത വേണമെങ്കിൽ നോക്കാം. നമുക്ക് ABCD നേരെ ബാക്കോട്ടാണ് എങ്കിൽ പോലും ABCD. എൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ ഏതാടാ? എൻ്റെ തൊട്ട് ബാക്കിൽ Z ആണ്. Z കണ്ടോ, ലാസ്റ്റ് Z ആണ്. അത് വേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ലെറ്റർ ആണ് Z. അപ്പം അതും കൂടെ ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട. 2 എണ്ണം കിട്ടിയിട്ട് 2 ഓപ്ഷനിൽ VW ഉണ്ടെങ്കിൽ ഇതിൽ VZ ആണ്, ഇത് VZ ആണെങ്കിൽ മറ്റോ ഒഴിവാക്കാം. സമയം എത്രയും കിട്ടുമല്ലോ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുപോലെ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. X കഴിഞ്ഞിട്ട് A ആണ്. A എവിടെ വരുന്നത്? മുന്നോട്ടാ. Y പോയി, Z പോയി, പിന്നെ D ആണ് വരുന്നത്. ഇതാ B പോയി, C പോയി, പിന്നെ ഇതൊക്കെ ID സെയിം ആണ്. X കഴിഞ്ഞ് 2 ലെറ്റർ സ്കിപ്പായി, 2 ലെറ്റർ പോയി. A കഴിഞ്ഞ് 2 ലെറ്റർ പോയി, D ആയി. വീണ്ടും 2 ലെറ്റർ പോയി. നോക്കി നോക്കാം. Eയും Fഉം കണ്ടോ. G വരുന്ന G ആണ്. അടുത്ത J ആണ്. നോക്ക് 2 എണ്ണം പോയിട്ട് കണ്ടോ J. അപ്പോൾ വീണ്ടും അടുത്ത 2 എണ്ണം പോകും. M ആയിരിക്കും വരും. ആൻസർ ഈസ് M. ഒരേ പൊളി M. ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൈകൊണ്ട് ചെയ്താൽ മതി. കൈകൊണ്ട് എങ്ങനെ ചെയ്യാം നോക്ക്. X YZ A BC D EF G HI J KL M. ഒരേ പൊളി. ദേ അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ സാധനം. രണ്ട് സെയിം അല്ലല്ലോടാ, അല്ല സിമ്പിൾ. ഓക്കെ. ADHM നമുക്ക് വേണമെങ്കിൽ കയ്യിൽ നോക്കി നോക്കാം, വെറുതെ നോക്കി നോക്കാം. Bയും Cയും കഴിഞ്ഞിട്ടുള്ള ലെറ്ററാണ് D. EFG H അത് 2 എണ്ണം കഴിഞ്ഞ് പിന്നെ 4 കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് നോക്കാം. A ഉണ്ട് ആദ്യം, പിന്നെ D എവിടെയാ? ഇവിടെയാണ്. H എവിടെയാ? ഇവിടെയാണ്. കണ്ടോ? അതെന്തത്? നോക്കിയാ എത്ര ലെറ്റർ മാറുന്നു നോക്കിയാ കാണിച്ചു തരാം. കാണിച്ചു തരാം മുത്തുമണിയേ. നോക്കിയാ 2 എണ്ണം പോയി. കണ്ട ഇവിടെ 3 എണ്ണം പോയി. എടാ മോനെ, ആദ്യം 2 എണ്ണം പോയി, പിന്നെ 3 എണ്ണം പോയി. 1 2 3 4 എണ്ണം പോയി. അടുത്ത സ്വാഭാവികമായിട്ട് ആലോചിക്കുക. 2 എണ്ണം പോയി. നോക്കിയാ 2 എണ്ണം പോയി, 3 എണ്ണം പോയി, അടുത്ത 4 എണ്ണം പോയി, അടുത്ത് 5 എണ്ണം പോകേണ്ടി വരും. 1 2 3 4 5. അപ്പോൾ S ആയിരിക്കും ആൻസർ. ഐ തിങ്ക് S. നോക്കിക്കാം. 2 എണ്ണം പോയി, 3 എണ്ണം പോയി, 4 എണ്ണം പോയി,
5 പോയി. അപ്പോൾ എസ് ഈസ് ദ ആൻസർ. എസ് എവിടെ? ഓപ്ഷൻ ഡി. കിടലം. റെഡി അല്ലടാ? റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോ നിങ്ങൾ തന്നെ ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വിചാർ തരും. ഐഡിയ പറഞ്ഞു തരും. നോക്ക്, എ ബി സി, അടുത്തത് ഡി ആയിരിക്കും. ഇത് നേരായിട്ട് നോക്കിയാൽ മതി. എ ബി സി, അടുത്തത് ഡി ആയിരിക്കും. ഡി വരുന്ന ഓപ്ഷൻ ഇത് ജി ആണ്, പറ്റൂല. ഇത് എൽ ആണ്, പറ്റൂല. 2 ഡി വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത് നോക്കാം നമുക്ക്. ഐ ജെ കെ, ഇതും നേരെ ഓർഡറിലല്ലേ, വലിയ സുഖ. നമുക്ക് ഐ ജെ കെ, അടുത്തത് എൽ, ജെ കെ എൽ. ഓക്കെ, ജെ കെ എൽ. ഓക്കെ, റെഡി. അപ്പോൾ ഡി എൽ ഈസ് ദ ആൻസർ. ഒരേ പൊളി സെറ്റ്. ഇതുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കഴിഞ്ഞ് ജി ആണ്, പിന്നെ എം ആണ്. ചേടോ വല്ലാത്ത അതിലെ ഇവിടുന്ന് ചാടിയിട്ട് അവരൊറ്റ പോക്ക് അപ്പുറത്ത്. എൻ്റെ മോനെ, എത്ര പോയി വയ്ക്കാം നോക്കിക്ക. 1 2 3 4 5. 1 2 3 4 5. അപ്പം 5 മാറിയിട്ടാണ് അടുത്ത ലെറ്റേഴ്സ് വരുന്നത്. 1 2 3 4 5 അല്ലേ? അപ്പം 5 കഴിഞ്ഞിട്ട് വരുന്ന ലെറ്റർ ഏതാ മുത്തുമണിയേ? എസ്. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഒരേ പൊളി എസ് ആയിരിക്കും. എസ് വരുന്നത് ജെ അല്ല, ടി അല്ല. പിന്നെ പെടുത്തിയിട്ടുണ്ട്. 2 ഓപ്ഷൻ എസ് വരുന്നുണ്ട് ഫസ്റ്റ്. സമ്മതിക്കൂലല്ലേ? എടാ മോനെ, നോക്ക്. സെഡ് കഴിഞ്ഞിട്ട് ടി ആണ്. സെഡ് കഴിഞ്ഞിട്ട് ടി. ബാക്കോട്ട് വല്ലാത്ത ജാതിയില്ലേ. ഇപ്പം ഞാൻ അത് മായ്ക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അല്ലേ വേണ്ട, മായ്ക്കണ്ടല്ലേ. നമുക്ക് വേറെ കളർ എടുത്താലോ? സെഡ് കഴിഞ്ഞു. സെഡ് മുത്തുമണിയേ, സെഡ് കഴിഞ്ഞിട്ട് ടി ആണ്. ടി കണ്ട. അതുപോലെ ടി കഴിഞ്ഞിട്ട് എൻ ആണ്. എന്നടാ ഇവിടെ. അപ്പം എത്ര പോയി വയ്ക്കാം? 1 2 3 4. ബേക്കോട്ടും 5 പോകുന്നുണ്ട്. 1 2 3 4 5 കേട്ടോ. പിന്നെയാണ് ഇത് വരുന്നത്. 1 2 3 4 5. ഇവിടെയാണ് വരേണ്ടത് അല്ലേ? അപ്പം എച്ച്. അപ്പം ഏതൊക്കെയാണ് വരുന്നത്? എസും എച്ചും ആണ് വരേണ്ടത്. 5 പോകണം കേട്ടോ. കാരണം 5 പോയി. അപ്പം 5 പോകണം. ഓക്കെ, റെഡി. അപ്പോൾ എസ് എച്ച് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതുമല്ല, ഒരേ പുളി. റെഡി ആണല്ലോ? ഐഡിയ കിട്ടുന്നുണ്ടോ? ഓക്കെ, അടുത്തവിടെ നോക്കാം. ഇത് സിമ്പിളാണ്, നോക്കാം. ഇതതിന് മാത്രം ബുദ്ധിമുട്ടുള്ള ഒരു സാധനം അല്ല. ജസ്റ്റ് നോക്കിയാൽ മതി. കെ കഴിഞ്ഞിട്ട് കളർ മാറ്റാം. കെ കഴിഞ്ഞ് എല്ലാണ്. ജെ കെ എൽ. കെ എൽ എം എൻ. കെ എൽ എം എൻ. അടുത്ത് ഒ ആയിരിക്കും. അടുത്ത ഒ അല്ലേ ഉണ്ടാവുക? എൻ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഒ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്ക്. എ ഓപ്ഷനും ഒ ഉണ്ട് ഫസ്റ്റ്. ബി ഓപ്ഷനും ഒ ഉണ്ട്. ഒരേ പുളി. അപ്പം സിയിൽ എം വരണത്. ഒ വരണേ. ഇത് എം വരുന്നത്. അങ്ങനെ ഓപ്ഷൻസ് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ, ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഓപ്ഷൻസിലൂടെ ആൻസർ എപ്പോഴും സഞ്ചരിക്കണം. അല്ലാണ്ട് ചില കുട്ടികൾ ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണലുണ്ട്. സാർ ഇത് 3 എല്ലാ 3 ലെറ്റേഴ്സും തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് മൂന്നാമത്തത് കണ്ടുപിടിക്കും. അങ്ങനെ 3 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലടാ. ആദ്യത്തത് നിങ്ങൾ കാണുക, ഓരോന്ന് കാണുക. എന്നിട്ട് ആ ലെറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം ഓപ്ഷനിൽ അത് ഫസ്റ്റ് ഇല്ലെങ്കിൽ ഒഴിവാക്കുക. ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ഏറ്റവും എളുപ്പത്തിലൂടെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ള ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഇതെന്തത് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് കേട്ടോ. നോക്കാം നമുക്ക് അടുത്ത. അതുപോലെ അപ്പോൾ 2 വരുന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലെറ്റർ നോക്കേണ്ട ആവശ്യമുണ്ട്. നോക്കാം. പി ആണ്, ഒ ആണ്. പിയും ഒയും തമ്മിലുള്ള ബന്ധം എന്താ? പീൻ്റെ ബാക്കിലുള്ള ലെറ്ററാണ് ഒ. ഓൻ്റെ ബാക്കിലുള്ളതാണ് എൻ. എന്നിൻ്റെ ബാക്കിലുള്ളതാണ് എം. അതായത് ഈ സാധനം ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ ഈ ഒരു ലെറ്റേഴ്സ് എല്ലാം ബേക്കോട്ട് അടിച്ചിരിക്കുക. ബേക്കോട്ട്. അതായത് നിങ്ങൾ ഇവിടുന്ന് വായിച്ചാൽ മതിയടാ. എം എൻ ഒ പി. അപ്പം എമ്മിൻ്റെ തൊട്ട് ബാക്കിൽ ഏതാ? ജെ കെ എൽ എം. അപ്പോൾ എല്ലായിരിക്കും. എമ്മിൻ്റെ തൊട്ട് ബാക്കിൽ എന്ന് പറഞ്ഞാൽ എല്ലായിരിക്കും. എൽ എം കണ്ടോ? അപ്പം എല്ലായിരിക്കും ഇവിടെ വരും. ഓ എൽ അല്ല, ഒ എൽ. ഒ എൻ അല്ല വേണ്ടി, ഒ എൽ.
ഇതാണ് ആൻസർ. ഇനി സാറേ മൂന്നാമത്തെ ലെറ്റർ കൂടെ കണ്ടുപിടിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കണ്ടുപിടിക്കേണ്ടത് എന്തിനപ്പം അതിൻ്റെ ഇടയ്ക്ക് പോകണം നിങ്ങൾ ആലോചിക്കുക. ഡി, ABCD, E, F, G, അടുത്തത് H, OLH, OLX അല്ല OLH. കേട്ടോ, മൂന്നാമത്തത് കണ്ടുപിടിക്കണോ? ഞാൻ ഇപ്പം പറഞ്ഞ ആ ഒരു സമയം ഉണ്ടല്ലോ, അത്രയും സമയം നിങ്ങൾക്ക് കിട്ടി. അപ്പം ആ സമയത്തിനൊക്കെ പ്രാധാന്യമുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക കേട്ടോ. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഇത് നടുക്കാണ് ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത്, ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നത്. കിഡിലും സാധനമാണ്. ഇങ്ങനെ നടുക്ക് വരുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം കുടുങ്ങുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, കേട്ടിരിക്കുക. അപ്പം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമല്ല, ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ എ. എല്ലാത്തിൻ്റെ ഫസ്റ്റ് ലെറ്റർ എ ആണ്. അപ്പം ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു ലെറ്റേഴ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഏത് വരും? എ വരൂ. എ മാറുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എ വരിക. അപ്പം ഇവിടെ എ ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ എ ഉള്ളത് ഏതൊക്കെയാണ് നോക്ക്. ഇത് ഫസ്റ്റ് സെഡ് ആണ്, ഇത് ഫസ്റ്റ് സെഡ് ആണ്. അപ്പോൾ സിയും ഡി ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെറ്റർ കിട്ടി എ ഓപ്ഷൻ, ബി ഓപ്ഷനും ആണുള്ളത്. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ലെറ്റർ നോക്കുകയാണെങ്കിൽ ഒന്ന് നോക്കണേ. ബി കഴിഞ്ഞ് ഡി ആണ്. ഞാൻ പറഞ്ഞുതരാം. ബി കഴിഞ്ഞ് ഡി ആണ്. ബി ഡി. ബി സി പോയി ഡി ആയി. അപ്പോൾ ഒരു ലെറ്റർ പോയിട്ടാണ് ഡി വന്ന്. അതുപോലെ അടുത്ത് നോക്കി നോക്കി. അപ്പോൾ ഒരു ലെറ്റർ കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് ഇവിടെ ഏത് ലെറ്റർ വരണം? ഇവിടെ ഏത് ലെറ്റർ വരണം എന്ന് ചോദിച്ചാൽ ദാ ബി സി പോയി ഡി ആയി. ഇ പോയി, ഇ പോകണം. ഇ പോയിട്ട് ആര് വരണം? ABCD ഇ പോയിട്ട് എഫ് വരണം. രണ്ടാമത് എഫ് വരണം. ഓക്കെ, രണ്ടാമത് എഫ് വരണം. സംശയം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഈ ഇതൂടെ നോക്ക്. ഇവിടെ എച്ച് ആണ്. നോക്കി നോക്കിയാൽ എഫ് കഴിഞ്ഞിട്ട് പിന്നെ ആര് പോകണം? ജി പോയി എച്ച്. ശരിയാവുന്നുണ്ട്, കറക്റ്റാ. അപ്പം നടുക്കുള്ളത് വരുമ്പം ആ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പം AF ഓപ്ഷനിൽ ഏതാണ് നോക്കിയാൽ മതി. AF ഓപ്ഷനിൽ ഒന്നേ ഉള്ളൂ. ഇത് AF അല്ല, AU ആണ്. ഇതേ നമ്മുടെ തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ AFUZ. ബാക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ബാക്കി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. WXY അല്ലേ? ഇവിടെ എക്സ് മിസ്സാണ്. WXY കണ്ടോ? അപ്പോൾ UV കണ്ടോ? UV. അപ്പോൾ ഇവിടെ V പോയി U ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ U ഉണ്ടാവണമെന്ന്. ഇതിൻ്റെ U ആയിരിക്കും ഫസ്റ്റ്. കണ്ടോ? U. ഓക്കെ, പിന്നെ Z. അതുപോലെ ലാസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ Z ആണ്. ഓക്കെ, അങ്ങനെയും കാണാം. AF കണ്ടുപിടിച്ചാൽ പിന്നെ ബാക്കി രണ്ട് ലെറ്റേഴ്സ് നിങ്ങൾ കാണണ്ട. എന്തിനാ പിന്നെ വള്ളി പിടിക്കുന്നത് അല്ലേ? വെറുതെ ഒരു വള്ളി പിടിച്ചിട്ട് അത് പുലിവാലാണോ എന്ന് നോക്കണോ? വേണോ? പുലി കടിക്കുക എങ്ങനെ? അവിടെ നിർത്തിക്കളാ. ആൻസർ ഒരേ പുളി ഓപ്ഷന്. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നേരത്തെ അതേപോലെ സെൻറ്റർ പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടുക്കൊന്നാണ് പോയി. ക്വസ്റ്റ്യൻ മാർക്ക് നടുക്കാണ്. പൊതുവേ ലെറ്റർ സീരീസ് ക്വസ്റ്റ്യൻസിൽ പൊതുവെ വരാറുള്ളത് ലാസ്റ്റ് നമ്പർ ഏതാണ്. ഇങ്ങനത്തെ ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ വേറെ ലെവലാവും, ബുദ്ധി കൂടും. പറഞ്ഞുതരാം നോക്ക്. OQ. എന്താ ഓയും ക്യൂവും തമ്മിലുള്ള ബന്ധം? OQ എന്ന് പറഞ്ഞാൽ O കഴിഞ്ഞ് Q ആണ്. P ഇല്ല, OPQ അല്ലെ? P പോയി Q ആയി. അപ്പോൾ അതുപോലെ R പോയി S ആയി. കണ്ടോ? ഓക്കെ, OP പോയി Q ആയി, R പോയി S ആയി, T പോയി RST. U ആവണം. ഫസ്റ്റ് ലെറ്റർ U ആവണം. എടാ മോനെ, നിങ്ങൾ ലക്കി U ആണെങ്കിൽ നോക്കി നോക്കാം നമുക്ക്. U ആണെങ്കിൽ അടുത്ത ലെറ്റർ കൂടെ കറക്റ്റ് ചെയ്യണേ. ഇത് U ആണെങ്കിൽ V പോയി W. അപ്പോൾ അത് ശരിയാവുന്നുണ്ട്. ആ ലാസ്റ്റ് നമ്പർ കൂടെ ലെറ്റേഴ്സ് കൂടെ എന്ത് ചെയ്യണം? ശരിയാണോ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലക്കി എന്ന് പറയാൻ കാരണം എന്താ പറയുക? ഇവിടെ U കിട്ടുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. വല്ലാത്ത ജാതി. ഇതൊക്കെ Y ആണ്, ഇത് W ആണ്, ഇത് A ആണ് അല്ലേ? ഞാൻ അടുത്ത ലെറ്റർ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കുകയൊക്കെ ചെയ്യാട്ടോ. വെറുതെ സമയം ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അല്ലേ? സമയം ഒരുപാടുണ്ടെങ്കിൽ നോക്കാം. ഇപ്പോൾ നോക്ക്, ബീൻ്റെ തൊട്ട് ബാക്കിലാണ് A, സെഡിൻ്റെ തൊട്ട് ബാക്കിലുള്ളത് അല്ല, എൻ്റെ തൊട്ട് ബാക്കിലാണ് A. എന്താ പറയുന്നത്? ഇതാ ബീൻ്റെ തൊട്ട് ബാക്കിൽ A, എൻ്റെ തൊട്ട് ബാക്കിലാണ് രണ്ടാമത്തെ Z, സെഡിൻ്റെ തൊട്ട് ബാക്കിൽ UVWXY. Y ആണ് അവിടെ രണ്ടാമത്തെ ലെറ്റർ Y. കണ്ടോ? രണ്ടാമത്തെ ലെറ്റർ Y കണ്ടോ? അത് ചെയ്ത് നോക്കണ്ട, വെറുതെ എന്തിനാ സമയം കളയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലെറ്റർ Y. അപ്പോൾ അടുത്ത 3 ലെറ്റേഴ്സ് വേണ്ട ആവശ്യമില്ല. U കിട്ടിയാൽ തന്നെ ആൻസറായി. ഒരേ പൊളി. നെക്സ്റ്റ് അടുത്ത കിടിലം കിണ്ണാച്ചി സാധനമാണ്. കിടിലം നോക്കാം.
നോക്കാം നമുക്ക് ആദ്യം ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ നോക്കാം. ജി എവിടെ? ജി എവിടെ മുത്തുമണി? ഇതവിടെ. കുഞ്ഞോനെ ഇനി നോക്ക്, ജി എവിടെ ഉള്ളത്? ജെ എവിടെ ഉള്ളത് കുഞ്ഞോനെ? ഇനി പറ, ജെ എവിടെ ഉള്ളത്? ഇവിടെ ജെ കണ്ട, ജി ജെ ജി ജെ. അടുത്ത എൻ എവിടെ ഉള്ളത്? ഇവിടെ. എടാ മോനെ, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എത്ര പോകുന്നത്? 1 2 3. ആദ്യ 2 ലെറ്റേഴ്സ് പോയി, പിന്നെ 3 ലെറ്റേഴ്സ് പോയി. അടുത്തത് സ്വാഭാവികമായിട്ട് 1 2 3 4 ലെറ്റേഴ്സ് പോകണം. 4 ലെറ്റേഴ്സ് ഒന്ന് ആലോചിച്ച് നോക്ക്. കണ്ടോ, 1 ഇവിടെ 3 പോയി കഴിഞ്ഞാൽ 4 പോകണം. അപ്പോൾ എസ് ആയിരിക്കും ഫസ്റ്റ് ലെറ്റർ. നമുക്ക് നോക്കാം എസ് ആണോ വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ലെറ്റർ എസ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 2 പോയി, 3 പോയി, 4 പോയിട്ട് എസ് വരികയാണെങ്കിൽ അടുത്ത 5 പോയിട്ടായിരിക്കും വരേണ്ടി. അപ്പം 5 പോയിട്ട് വൈ വരുന്നുണ്ടോ നോക്കാം. 1 2 3 4 5. ഇതാ കണ്ടോ, വൈ വരുന്നുണ്ട്. സത്യം. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആ ഒരു ഐഡിയ കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ എസ് ആണ്. ഫസ്റ്റ് ലെറ്റർ എസ് വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഇതൊക്കെ പിയും ഇതൊക്കെ ആറും ഇതൊക്കെ ക്യൂ ആണ്. വേണമെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ ഓടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, സമയം ഒരുപാടുണ്ടെങ്കിൽ. എച്ച് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് എച്ച് കഴിഞ്ഞു. എൽ ആണ്. എൽ കണ്ടോ, 3 പോയി. ക്യൂ ആണ്. ക്യൂ 4 പോയി. അടുത്ത് 3 5 പോകണം. ഡബ്ല്യു കണ്ടോ, ഡബ്ല്യു വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് എത്ര പോയി? 3. അടുത്ത് അതുപോലെ ഡി ആയിരിക്കും വരുന്നത്. ഓക്കെ, സിമ്പിളാണ്. നിങ്ങൾ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഓപ്ഷനിലൂടെ നോക്കണം കേട്ടോ. റെഡി? സിമ്പിൾ അല്ലടാ, കിടിലല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക്. എ കഴിഞ്ഞ് ആദ്യത്തെ ലെറ്റേഴ്സ് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. എ കഴിഞ്ഞ് സി. എ ബി പോയി. എ സി കണ്ട, ബി പോയി. അടുത്തത് സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കും, 1 പോയി, അടുത്തത് 1 പോയി, അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇത് നടുക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നത്. നടുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് വന്നുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എ സി ലാസ്റ്റ് ലെറ്റർ ഏതാ? ജെ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എ കഴിഞ്ഞ് സി എങ്ങനെയായത്? ഒരു ലെറ്റർ സ്കിപ്പായതാ. ഒരു ലെറ്റർ സ്കിപ്പായിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും ലെറ്റേഴ്സ് ഉണ്ട്, പിന്നെയാണ് ജെ വരുന്നത്. അതെങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 കഴിഞ്ഞു, ജെ ആണ് വന്നത് അല്ലേ? ഇവിടെ 1 കഴിഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കാം. മറ്റേ 2 ഒഴിവാക്കിയിട്ട് എടുക്കുകയായിരിച്ചോ. 2 1 കഴിഞ്ഞു, 2 ഒഴിവാക്കിയിട്ട് എടുത്തു. അപ്പം 2 ഒഴിവാക്കി എടുത്താൽ ആരാ വരിക? പറ. എഫ് ആണ് വരിക. നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. എഫ് കണ്ടോ, ഇതും പോയി. ഫസ്റ്റ് ലെറ്റർ എഫ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളും ചിന്തിച്ച് നോക്ക്. ഒന്നുകൂടെ പറയാം. എ കഴിഞ്ഞ് സി ആണ് വരുന്നത്. അപ്പോൾ എയിൽ ബി പോയി, സി വന്നു, ഒരു ലെറ്റർ പോയി. അതുപോലെ തന്നെ സി കഴിഞ്ഞ് എഫ് ആണ് വന്നത്, 2 ലെറ്റർ പോയി. ആദ്യം 1 പോയി, പിന്നെ 2 പോയി. സ്വാഭാവികമായിട്ട് ജെ വരണമെങ്കിൽ എത്ര ലെറ്റർ പോകണം? 1 2 3 ലെറ്റർ പോകണം. അപ്പോൾ 1 2 3 ലെറ്റർ പോകണം. അപ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് 1, പിന്നെ 2, പിന്നെ 3. അപ്പം ഇവിടെ എന്താ വരിക? ഇവിടെ ഫസ്റ്റ് ലെറ്റർ എഫ് വരൂ. ഓക്കെ, ഐഡി ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ ഫസ്റ്റ് എഫ് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇത് ഇ ആണ്, ഇത് ഡി ആണ്, ഇത് അതാ ഫസ്റ്റ് ലെറ്റർ എഫ് വരുന്ന ഇത് ജി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. സെറ്റ്. അടുത്ത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നോക്കി ബാക്കോട്ട് എടുക്കുമ്പോൾ ഇതേ ഒരു തന്നെ വരാതിരിക്കാം. പക്ഷെ ഇത് തന്നെ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ സമയം കളയണ്ട, ഇതന്നെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലടാ. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. HIJK. ഇത് കത്തും. ഇത് വേറെ ലെവലാ. പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എച്ച് അടുത്ത ലെറ്റർ തന്നെ അടുത്തുണ്ട്. നമുക്ക് 2 ലെറ്റേഴ്സ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അത് എച്ച് ഐയൊക്കെ എഴുതി എൻ്റെ കോലം നോക്കിയാ. ഓക്കെ, 2 ലെറ്റേഴ്സ് എച്ചും ഉണ്ട് ഐയും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വരുന്നത് കെ ആണ്. അപ്പോൾ HIJ ഇല്ല, കെ ആണ് വരുന്നത്. എന്താണ് ഐഡിയ? പിന്നെ N ആണ് വരുന്നത്. N പറഞ്ഞാൽ കെ, എല്ലും എമ്മും ഇല്ല, N ആണ് വരുന്നത്. എല്ലും ഇല്ല, എമ്മും ഇല്ല, N ആണ് വരുന്നത്. ഐഡിയ മനസ്സിലായോ? ഐഡിയ സിമ്പിളാണ് മക്കളെ, മനസ്സിലാക്കി വെച്ചോ. എച്ച് കഴിഞ്ഞ് ഒരു ലെറ്റർ പോലും പോവാതെ, സ്കിപ്പാവാതെ നേരെ ഐയിലേക്ക് വന്നു.
ഒരു ലെറ്റർ പോലും സ്കിപ്പ് ആവാണ്ട് നേരെ ഐയിലേക്ക് വന്നു. അടുത്തത് ജെ എന്ന് പറഞ്ഞ ലെറ്റർ സ്കിപ്പായി, കെ വന്നു. പിന്നെ 2 സ്കിപ്പായി, എൻ വന്നു. ഒന്ന് ആലോചിക്കുക, ഒന്നും സ്കിപ്പായില്ല, ഒരൊറ്റ ഒന്ന് സ്കിപ്പായി, 2 സ്കിപ്പായി, അടുത്തത് 3 സ്കിപ്പാവണം. എൻ കഴിഞ്ഞിട്ട് 3 സ്കിപ്പാവും. എൻ ഒ പി ക്യു. ഒന്നാലോചിച്ച് ശരിയാണെന്ന്. HIJKLMNOPQ. കണ്ട 3 ലെറ്റർ സ്കിപ്പാവണം. PQ 6 ആയിരിക്കും വരുന്നത്. കണ്ടോ, 3 ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്നത് 6. ഇതേ നമ്മുടെ തരം ഒരേ പൊളി. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആൻസർ, മറ്റൊന്നും 6 അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം, ആവാതിരിക്കാം. നമുക്ക് നോക്കാം. എന്തായാലും എ കഴിഞ്ഞ് ജി ആണ് വരുന്നത്. നോക്കിയോ, നമ്മൾ കൈ കൊണ്ട് നോക്കി നോക്കാം. എപ്പോഴും ഇങ്ങനെ എഴുതി വട്ടം വരച്ച് ഇത് മാത്രം ചെയ്താൽ മതി. ഇവിടെ കൈ കൊണ്ട് നോക്കാം. AGL നോക്കാം. BCDEF. നോക്കിയാ, BCDEF. അപ്പം 5 അത്രയും കോൺസെൻട്രേഷൻ വരണം, എന്നാലേ ആ ലെറ്റേഴ്സ് പോലും തെറ്റാണ്ട് കൂട്ടോ. ABCDE അല്ലേ, BCDEF 5. അപ്പം 5 മാറിയിട്ടാണ് ജി വന്നത്. നമുക്ക് എല്ലോ അതുപോലെ നോക്കാം. ജി ABCDEFG. ജി കഴിഞ്ഞിട്ട് HIJKL. കടാ, അപ്പം 5 കഴിഞ്ഞില്ല, 4 കഴിഞ്ഞ്. നോക്കിയോക്കാം, നോക്ക്. GHIJKL. കടാ, 4 കഴിഞ്ഞ്. നോക്കട്ടെ, നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്ത് ചെയ്യണേ. 4 ബാക്കോട്ടാണേ, അല്ല ബാക്കോട്ടല്ല, മുന്നോട്ടാണേ. അടുത്ത് LMNOP. കടാ, 3 അപ്പം 3. നോക്കിയൊക്കെയാ, 5 മാറി ജി വന്നു, 4 മാറി എല് വന്നു, 3 മാറി പി വന്നു. അടുത്ത 2 മാറിയിട്ടാണോ എസ് വരുന്നത് നോക്കാം. പി കഴിഞ്ഞിട്ട് QR, പിന്നെയാണ് എസ്. അപ്പം 2 മാറിയത്. അപ്പം 2. നിങ്ങൾക്ക് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പം കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു സാധനം എഴുതി വെക്കുക, അതിനനുസരിച്ച് തെറ്റിടുക, വട്ടിടുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അല്ലാണ്ട് ഞാൻ ചെയ്യുന്ന മാതിരി ചിലപ്പോൾ നിങ്ങൾക്ക്, ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്ത്, അത്രയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധി ഇങ്ങനെ കൂടും. അപ്പോൾ അത്രയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോൺസെൻട്രേഷനും കൂടും. അപ്പോൾ അങ്ങനെ കോൺസെൻട്രേഷൻ കൂടാനുള്ള ഒരു വഴിയാണ് മാറ്റ് പഠിക്കുക എന്നുള്ളത്. മാറ്റ് അങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിച്ചു നോക്കൊണ്ടു ബുദ്ധി കൂടണം നോക്കാം നമുക്ക്. അതുപോലെ തന്നെ അപ്പോൾ എസ് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിക്കുക, 5 പോയി 4, പിന്നെ അല്ലേ ഒറ്റൻ്റെ 5, 4, 3. അടുത്ത എത്ര വരിക? അടുത്ത് 2 കഴിഞ്ഞ് 1. അപ്പോൾ എസ് കഴിഞ്ഞ് RST കഴിഞ്ഞിട്ടുള്ള ലെറ്റർ ആയിരിക്കും. അപ്പോൾ ടി. ഓക്കെ, ടി കഴിഞ്ഞിട്ട് ലെറ്റർ യു ആണ് ആൻസർ. സിമ്പിൾ സാധനം, കിഡിലൻ സാധനം. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, ഐഡിയ കത്തിന്ന് വിശ്വസിക്കുന്നു. BCDEF എന്നിട്ടാണ് ജി വരുന്നത്. 5. HIJKL. കണ്ടോ, 4 പോയി, 4 കണ്ടോ, 4 ഇങ്ങനെ നോക്കിയത് 4. ഓക്കെ, MNO കണ്ടോ, 3 കണ്ടോ, 3. QR, പിന്നെയാണ് എസ് വരുന്നത്. കണ്ടോ, 2. പിന്നെ 1 ടി യു ആയിരിക്കും. ഒരേ പൊളി. കിഡിലല്ലേ. അങ്ങനെ ഉണ്ടാ ക്ലാസ് ഉഷാറല്ലേ? ഓക്കെ, കൈകൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് തെറ്റിക്കരുത് എന്നുള്ള ഒരു ഇതുകൊണ്ട് പറയാണ്. വേഗം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതിയിട്ട് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കഴിഞ്ഞ് ബി. ആഹാ, എ കഴിഞ്ഞ് ബി. അടുത്തത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അവിടെ ഡി ആണ്. പിന്നെ അത് സിമ്പിൾ, അങ്ങ് കിട്ടും. ഇവിടെ ഏത് ലെറ്റർ എന്ന് വെച്ചാൽ സി. ഓർഡറിൽ തന്നെയാണ് ABC. അയ്യയ്യേ, വേറെ രസം കേട്ടാ. ഓപ്ഷനിൽ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഉത്തരത്തിൽ ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിച്ചിട്ട് യാതൊരു കാര്യമില്ലടോ. കാര്യം എന്താ മോനെ കാര്യം ഇവിടെ സി എല്ലായിടത്തും ഫസ്റ്റ് ലെറ്റർ ആണ്. അതുകൊണ്ട് സി ആണെന്ന് നിങ്ങൾ ഇനി പ്രത്യേകിച്ച് പറയണ്ട. അടുത്ത ലെറ്റർ കാണേണ്ടി വരും. നോക്കാം, HIJ. നോക്കി, നമുക്ക് കളർ മാറ്റാം. IJ, പിന്നെ എല്ലാണ്. അപ്പൊ IJ കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം, IJKL.
കെ ആയിരിക്കും വരിക അല്ലേ. നമുക്ക് ഐ ജെ രണ്ടാമത്തെ ലെറ്റർ കെ ആയിരിക്കും. രണ്ടാമത്തെ ലെറ്റർ കെ വരണം. അപ്പോൾ സി പിന്നെ കെ, സി കെ. ഇതൊന്നുമല്ല. ഓക്കെ, ദേ വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും നിങ്ങൾ കിടിലമായിട്ട് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെക്കേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങൾ മാറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പ്രോ ആവാനുള്ള ഒരേ ഒരു വഴി മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തിയിട്ട് ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ ഐഡിയാസാണ് ഒരു മാറ്റിൽ വരിക, എത്രയൊക്കെ ലെറ്റർ സ്കിപ്പാവും, ബാക്കോട്ട് വരുമോ, ബാക്കോട്ട് എത്തരണമാവും, മുന്നോട്ട് എത്തരണമാവും, വരുമോ, സ്കിപ്പാവോ, അല്ലേ ഒന്ന് അപ്പുറത്ത് പോവോ, അങ്ങനത്തെ ഓരോ ഐഡിയാസ് ഞാൻ പറഞ്ഞുതരും. അതൊക്കെ തന്നെ ഐഡിയാസ് ഉണ്ടാവുള്ളൂ. പക്ഷേ മാറ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇപ്പോൾ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അയാൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക ഹൗ ടു ഡ്രൈവ് എ വെഹിക്കിൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് യൂട്യൂബിൽ കാണും അത്. പക്ഷേ അയാൾക്ക് ഒരിക്കലും വണ്ടി ഓടിക്കാൻ കഴിയൂല. അതാണ് അതിൻ്റെ പ്രത്യേകത. അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല. അയാൾ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വണ്ടി അയാൾക്ക് ഓടിക്കാൻ പറ്റില്ല. ആ വണ്ടി ഓടിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു വണ്ടി നേരിട്ട് കണ്ട് അതിൽ കയറി ഇരുന്ന് അങ്ങോട്ട് ഓടിക്കണം. ഒരാൾക്ക് പറഞ്ഞു തരാനേ പറ്റും. യൂട്യൂബിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞുതരും. അതങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞുതരും. പറഞ്ഞ ഐഡിയാസ് എല്ലാം പറഞ്ഞുതരും. അത് വർക്കൗട്ട് ചെയ്തിട്ട് പഠിക്കേണ്ട ആൾക്കാരൊക്കെയാണ്? നിങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻസ് മാക്സിമം ഞാൻ തരുന്നുണ്ട്, ഇനിയും തരും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാന്നുള്ള കടമ നിങ്ങളുടേതാണ്. അത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിൽ നിങ്ങൾ പ്രോ ആവുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസ്, PSC, UPSC, അതുപോലെ തന്നെ റെയിൽവേ, അങ്ങനെ ഒരുപാട് SSC, അതുപോലെ ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. ആ SSC, RRB ത്തൊക്കെ മെയിൻ സാധനമാണ് ഈ ലെറ്റർ സീരീസും മറ്റു കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇപ്പോഴേ 8ാം ക്ലാസ്സിലൊരു കുട്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ബുദ്ധി ഇങ്ങോട്ട് കൂടട്ടടാ. ഇതേ നമ്മുടെ ആ ഒരു ഉത്തരം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞ പാർട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനെ കംപ്ലീറ്റ് യൂട്യൂബിലും ഉണ്ട്. ഇതിൻ്റെ ഒരു ബാക്കിയെല്ലാം എൻ്റെ ഇതുകൂടി ഉണ്ട്. ഒക്കെ കാണണം. പേൾ വീഡിയോ മൊത്തം നിങ്ങൾ കാണണം ഒരേപോലെയായിട്ട്. ഇതാ കണ്ടാൽ നമുക്ക് നോക്കാം. DG എങ്ങനെ ഡി കഴിഞ്ഞ് ഡി ആയത്? ഡി കഴിഞ്ഞ് എങ്ങനെ ജി ആയത്? ABCD EF കണ്ട, DEFG. ഏതൊക്കെ പോയി? ഇതും പോയി. അടുത്ത സ്വാഭാവികമായിട്ടും രണ്ടെണ്ണം നോക്കി നോക്കാം. GHIJKLMNO. അതൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കുക. നോക്കാം. D രണ്ടെണ്ണം പോയി, GI അല്ലേ? ഏതൊക്കെയാണ്? D രണ്ടെണ്ണം പോയി, GI. അടുത്തത് പക്ഷേ N വരുന്നത്. ഇവിടെ വരുന്നത് അടുത്തും കൂടെ നോക്കാം നമുക്ക്. N കഴിഞ്ഞിട്ട് പിന്നെ ആരാ വരുന്നത്? R അല്ലേ? OPQR അല്ലേ? അവിടെ എന്താണ് ഐഡിയ? ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ. 6 ഇവിടെ വരുന്നത്, 3 അല്ലേ? EF. ഓക്കെ, റെഡി. നോക്കാം നമുക്ക്. ഇവിടെ വരുന്ന ലെറ്റേഴ്സിൽ നോക്കി നോക്കാം. ഇവിടെ 2 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ലെറ്റേഴ്സ് ഫോർ എക്സാമ്പിൾ 1 2 ഇതെടുത്തു എന്ന് വിചാരിച്ചോ. ഇപ്പോൾ 3 അല്ലേ? ഫോർ എക്സാമ്പിൾ ഇതെടുത്തു എന്ന് വിചാരിച്ചോ. 3 2 3. എടാ ഇതെന്താടാ? വേറൊരു സാധനം നോക്കിയാ. 2 നോക്ക് 2 ക്യാൻസലായി, സ്കിപ്പായി. അടുത്തത് 3 സ്കിപ്പായി. നോക്കി നോക്കാം നമ്മൾ ശരിയാണോ നോക്കാട്ടോ. പിന്നെ അല്ലല്ല, നോക്ക് 3 ഒറ്റ മിനിറ്റ്. 2 സ്കിപ്പായി, 3 സ്കിപ്പായി. ഇവിടെ വന്നു. 2 സ്കിപ്പായി. ഈ കെ ആയിരുന്നുവെങ്കിൽ ശരിയായനെ. എന്താ അല്ലേ? ഒന്ന് നോക്കി നോക്കിയാ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കി. കിടിലൻ സാധനം നോക്കിയാടാ. D 2 സ്കിപ്പായി, GI. 3 സ്കിപ്പായി, KI. വീണ്ടും 2 സ്കിപ്പായി, NI. വീണ്ടും 3 സ്കിപ്പായി, RI. 2
3 2 3 അങ്ങനെയും വരുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആൻസറിൽ ഫസ്റ്റ് ഏത് വരണം? ഫസ്റ്റ് കെ വരണം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് കെ വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ടാവും. ഇത് എച്ച് ആണ് ഫസ്റ്റ് കെ. എന്താ അല്ലേ ആ ഒരു സാധനം നോക്കിയൊക്കെ കിഡിലം. നോക്കിയൊക്കെ ആദ്യം 2 നോക്ക് ആദ്യം 2 പിന്നെ 3 പോയി കെ വന്നു, പിന്നെ 2 പിന്നെ 3 പോയി. എന്നാലേ ഇത് ശരിയാവൂ. നിങ്ങളിപ്പോൾ ജെ എടുത്തു കഴിഞ്ഞാൽ 2 പോയി 2 പോയി പിന്നെ 3 പോയി അല്ലേ? അത് പറ്റൂല, ജെ അല്ലല്ലോ ഓപ്ഷനിൽ. ഓക്കെ, അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല. ആദ്യം 2 പോയി പിന്നെ 3 പോയി പിന്നെ 2 പോയി പിന്നെ 3 പോയി, അങ്ങനെയാണ് ഐഡിയ. ഓക്കെ, അപ്പൊ കെ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത് കണ്ടുപിടിച്ചേ പറ്റൂ, വല്ലാത്ത ജാതിയിലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അതിൽ അടുത്തെന്താ നോക്കാം? അടുത്ത ലെറ്റർ ഞാൻ അടുത്ത് നോക്കിത്തരാം. നോക്ക്, എഫ് ജി. എഫ് കഴിഞ്ഞിട്ട് എങ്ങനെ ചെയ്യുന്നു നോക്കിയ. എഫ് ജി എച്ച് ജി എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി. നോക്കാം കേട്ടോ, നോക്കാം ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. എഫ് കഴിഞ്ഞിട്ട് ജെ. അപ്പം എഫ് കഴിഞ്ഞ് ജെ 3 പോയി 3 പോയി. അടുത്ത് സ്വാഭാവികമായിട്ട് പിന്നെ വരുന്ന ലെറ്റർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ക്യൂ ആണ്. ഒ പി ക്യൂ നമുക്ക് അതുകൂടെ എഴുതാം. ക്യൂ ആണ് വരുന്നത്. ക്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെയിലെടുത്ത ക്യൂ കഴിഞ്ഞില്ലേ? ക്യൂ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ലെറ്റർ ഏതാണ്? ക്യൂ കഴിഞ്ഞ് ടി ആണ്. ഒ പി ക്യൂ ആർ എസ് ടി. പി ക്യൂ ആർ എസ് ടി. ഇതെന്തോ പ്രശ്നമുണ്ടോ ക്വസ്റ്റനിൽ? നോക്കാം, എന്തായാലും നോക്കാം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. നമുക്ക് 3 പോയി. അടുത്തത് ഫോർ എക്സാമ്പിൾ ഞാൻ എം എടുത്തു എന്ന് വിചാരിച്ചോ. എം എടുത്തു എന്ന് വിചാരിക്കും. നേരത്തെ ഐഡിയ 3 പോയി 2 പോയി 3 പോയി 2 പോയി, അതേ ഐഡിയ, നേരത്തെ സെയിം സാധനം. നോക്കാം നമുക്ക്. ഇതാ അവിടെ 3 പോയി, അടുത്ത് 2 പോയാൽ എം അല്ലേ വരിക? കണ്ടോ? അപ്പം എമ്മിന് അവിടെ ഒരു പ്രാധാന്യമുണ്ട്. അതാണ് നമ്മുടെ ഉത്തരം. എം ഈസ് ദ ആൻസർ. കാരണം ഇതാണ് ആൻസർ വരിക. കാരണം എന്താ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഐഡിയ സിമ്പിളാണ്. ശ്രദ്ധിക്ക് മുത്തുമണിയെ ശ്രദ്ധിക്ക്. ഇതാ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എഫ് കഴിഞ്ഞ് 3 പോയി. നേരത്തെ 2 പോയി 3 പോയി 2 പോയി 3 പോയി എന്ന ഐഡിയ പോലെ ഇവിടെ അതുപോലെ ഐഡിയ ഉണ്ട്. 3 പോയി 2 പോയി 3 പോയി 2 പോയി. കണ്ടോ? 2 പോയി. അപ്പോൾ അവിടെ വരുന്നത് എം ആണ്. അപ്പം കെ എം എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് എത്താം. എൽ എത്തിയിട്ട് കാര്യമില്ലടാ. ഇവിടെ കെ എൽ എത്തിയിട്ട് കാര്യമില്ല. കാര്യം ഒരു ലെറ്ററേ പോവുള്ളൂ. അതിനോട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. പിന്നെ 1 പോയി കഴിഞ്ഞാൽ പിന്നെ 3 എണ്ണം പോകേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 3 പോയി 2 പോയി 3 പോയി 2 പോയി. ക്വസ്റ്റ്യൻ്റെ ഒരു വരവ് നോക്കിയാലേ അടി തോണ്ടി പുമ്മാതിരി ക്വസ്റ്റ്യനൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് അങ്ങനെ ഐഡിയാസ് ഇങ്ങനെയും വരാം എന്നുള്ളൊരു ഐഡിയ അവിടെ ഉണ്ടാക്കി വെച്ചോ. ഇങ്ങനെയും വരാനുള്ള ഐഡിയ ഉണ്ടാക്കി വെച്ചോ. അപ്പം ഏതൊക്കെ ലെറ്റേഴ്സ്? ആ കെയും എമ്മും ആണ്. ദാറ്റ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് നോട്ട് ദാറ്റ് ആൻസർ. അപ്പം ആൻസർ വന്ന് കെ എം. എന്താ പോനെ, സെറ്റല്ലേ? കിഡിലൻ സാധനമല്ലേ? ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞൊരു പോർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും റെഡിയാണ്. അപ്പോൾ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും റേറ്റിംഗ് ഇടാം. വേഗം ഒന്ന് റേറ്റിംഗ് ഇട്ടേ. ഇത്ര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ റേറ്റിംഗ് ഇടാണ്ട് പോയി കഴിഞ്ഞാൽ ഇനി ഞാൻ ക്ലാസ് ഇടൂല കേട്ടോ. ഓക്കെ, 5 സ്റ്റാർ തന്നെ ഇടുക. കാര്യം അത്രയും എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 സ്റ്റാർ ഇടുക. എന്ത് ചെയ്യുക? ഫുള്ളി ഓക്കെ. മാക്സിമം നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ പേൾ വീഡിയോ ആയതുകൊണ്ട് കമൻറ്റ് സെക്ഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല, എങ്കിൽ പോലും ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? വേഗം റേറ്റിംഗ് ഇടണം. VGRന് റേറ്റിംഗ് ഇടണം. 5 സ്റ്റാർ VGR. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ട് സൈലവും VGR റെഡിയാണ്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണും വരേക്കും. ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ് ഫ്രം സൈലം ലേണിങ്സ്. ബൈ.